വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: തങ്ങളെ ആര് സ്മരിക്കുന്നതിനു വേണ്ടിയാണ് അവർ ഉച്ചഘോഷം മുഴക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അത്യുന്നതൻ. ക്വസ്റ്റ്യൻ നമ്പർ 2: എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്തിൻ്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോർദാൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 3: അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇളക്കി വിടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4: ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ ഡാഷ് മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്നിഹിതരായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5: നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും എന്താണ് നിങ്ങളുടെ വിധി? പ്രഭാഷകൻ 41:9 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശാപമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6: ആർക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 7: മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും ഡാഷ് ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വസ്ത്രവും. ക്വസ്റ്റ്യൻ നമ്പർ 8: ജോഷുവ അത്യുന്നതനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്തയച്ചാണ് അവന് ഉത്തരമരുളിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശക്തമായ കന്മഴ. ക്വസ്റ്റ്യൻ നമ്പർ 9: ആരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 10: ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 3000. ക്വസ്റ്റ്യൻ നമ്പർ 11: സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിധേയരായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 12: എന്നിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പൊടിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13: ദൈവരാജ്യം ആരെപ്പോലുള്ളവരുടേതാണെന്നാണ് യേശു പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 14. രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരണം. ക്വസ്റ്റ്യൻ നമ്പർ 15. അവർക്ക് വേഗം ഡാഷ് നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 16. ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹെനോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 17. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ എന്താണിത്? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തീർപ്പാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ന്യായാധിപന്മാർ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ അമ്മോന്യരിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ യഹോവ ഉയർത്തിയ ന്യായാധിപൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 19. അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബെഞ്ചമിൻ ഗോത്രക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 20. അത്ഭുതകരമായി വളരുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ചന്ദ്രക്കലയെ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും ഡാഷ് പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 22. നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് തിമ്നായിലുള്ളവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 24. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി എന്തിന് തീ വെച്ചു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണങ്ങൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇസ്രായേലിൽ ഡാഷ് ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബെത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാജവാഴ്ച. ക്വസ്റ്റ്യൻ നമ്പർ 26. മോശയുടെ ആരായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുത്രനായ. ക്വസ്റ്റ്യൻ നമ്പർ 27. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ എന്തിനു പാത്രമാകും? പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിത്യനിന്ദയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 28. അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി,
ആ ഡാഷ് അവന് പുത്രനെ പോലെയായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 29. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെ കഴിഞ്ഞുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. ശിശുക്കളെ ആശീർവദിക്കുന്നു. വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലൂക്ക 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 31. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ധനികനായ അധികാരി. വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 33. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന് നേരെ എങ്ങനെ വന്നു? ന്യായാധിപന്മാർ 14-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അലറി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 35. 12 പേരിൽ ഒരുവനും സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ ആര് പ്രവേശിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. ജെഫ്ത ആരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 37. ജെഫ്ത എവിടെ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആരെന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫിലിസ്ത്യരുടെ ആര് അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 41. ഡാഷ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെയോ ഡാഷ് ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 43.
എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന എങ്ങനെയുള്ള ദൈവത്തെ വാഴ്ത്തുക എന്നാണ് പ്രവാചകൻ ഉപദേശിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സകലത്തിൻ്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 44. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജെറമിയ. ക്വസ്റ്റ്യൻ നമ്പർ 45. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 46. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ആരോടാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 47. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 48. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ എന്തിനും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പിതൃത്വങ്ങൾക്കും. ക്വസ്റ്റ്യൻ നമ്പർ 49. ന്യായാധിപനും വിധവയും വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലൂക്ക 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 50. ജോസിയായുടെ സ്മരണ നാവിനെ എന്തുപോലെയാണെന്നാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തേൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. സാംസൺ തൻ്റെ അജയ്യ ശക്തിയുടെ രഹസ്യം എവിടെ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞ് ദലീലായെ എത്ര പ്രാവശ്യം അവഹേളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 3 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 52. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന് എന്താണ് വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബഹുമുഖ ജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 53. പൂർവപിതാക്കന്മാരുടെ എന്താണ് ജനതകൾ പ്രഘോഷിക്കും എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 54. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? പ്രഭാഷകൻ 41-ൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 55. ഡാഷ് നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 56. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42-ൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹിതരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 57. സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് എവിടെ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി? ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 58.
എന്നാൽ അവൻ ഡാഷ് സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രാജപദവി. ക്വസ്റ്റ്യൻ നമ്പർ 59. ഡാഷ് നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 60. അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി. തോബ് എന്ന ഡാഷ് ചെന്ന് താമസിച്ചു. ഒരു നീച്ച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 61. 600 പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി. എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രക്ഷപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 62. ന്യായാധിപന്മാർ 11:6 അമോന്യരിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ യഹോവ ഉയർത്തിയ ന്യായാധിപൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 63. അത്യുന്നതൻ ഇച്ഛിക്കുമ്പോൾ എന്താണ് വീശുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തെക്കൻ കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 64. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം എന്തായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പട്ടണമായ. ക്വസ്റ്റ്യൻ നമ്പർ 65. നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 66. സാംസൺ ഡാഷ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 67. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ഡാഷ് ചെയ്യുന്നവനോട് അവൻ ഈ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുച്ഛിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 68. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ഡാഷ് മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആശ്രയിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 69. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അസഹ്യപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 70. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 71. അവൻ ഇത് പറഞ്ഞതിന് ശേഷം എവിടേക്കുള്ള യാത്ര തുടർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജെറുസലേമിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 72. ആ യുവാവ് അവൻ ആരെ പോലെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രനെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ആരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 74.
ദുഷ്ടനായ ദാസന് എന്തു കൊടുക്കുക? പ്രഭാഷകൻ 42 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തക്ക ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 75. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 76. യൂദായിലെ ബെത്ലഹേമിൽ യൂദാവംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ആര്? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 77. എന്ത് വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 78. മരണമേ, തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രഭാഷകൻ 41 അധ്യായം 1 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 79. കർത്താവിൻ്റെ എന്ത് വചനം വഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 80. തട്ടാൻ നിർമ്മിച്ച ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ആരുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 81. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അത്യുന്നതൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 82. എഫ്രായിം ഡാഷ് മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ഡാഷ്. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 84. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ആരുടെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാനിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 85. ആര് ചെന്ന് അവളെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 86. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് സാംസണോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? ക്വസ്റ്റ്യൻ നമ്പർ 87. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞ മറുപടി എന്ത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഞാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 88. ആര് ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 89. പൂർവപിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മക്കളുടെ മക്കളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 90. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അവിശ്വസ്തയായ ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ബേത്ലഹേമിൽ നിന്ന് ഒരു ലേവ്യൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് മിക്കായുടെ ഭവനത്തിൽ എത്തി. മിക്ക ആ യുവാവിനോട് എന്തു ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീ എവിടെ നിന്ന് വരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 93. ഡാഷ് നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 94. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇരുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 95. തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു ഡാഷ് സാംസന്റെ നേരെ അലറി വന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സിംഹക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 96. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന്, അനേകരുള്ളിടത്ത് ഡാഷ് പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സാധനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 97. മനുഷ്യനു വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ എപ്രകാരം ശുശ്രൂഷ ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്മനസ്സോടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. മനോവ ഭാര്യയോട് പറഞ്ഞു, ഡാഷ് കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 99. ലേവി ഗോത്രജൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അഹറോൻ. ക്വസ്റ്റ്യൻ നമ്പർ 100. കർത്താവിന് മുൻപിൽ ഡാഷ് ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. ന്യായാധിപന്മാർ 21 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമ്മേളിക്കാത്ത. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.